Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നീ സ്വയം കുറ്റപ്പെടുത്തേണ്ട. ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ്. ബ്ലെയിം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ പഴിചാരുക. ഓക്കെ, അപ്പോ സ്വയം കുറ്റപ്പെടുത്തേണ്ട. സ്വയം എന്ന് പറയുമ്പോൾ യുവർ സെൽഫ്. നീ സ്വയം കുറ്റപ്പെടുത്തേണ്ട. ഡോണ്ട് ബ്ലെയിം യുവർ സെൽഫ്. നീ എന്തിനാ കുറ്റം ഏറ്റെടുക്കുന്നത്? വൈ ആർ യു ടേക്കിംഗ് ദ ബ്ലെയിം? അപ്പോ പഴി ഏറ്റെടുക്കുന്നതിനെ ടേക്കിംഗ് ദ ബ്ലെയിം എന്നാണ് പറയാ. അപ്പൊ കുറ്റം ഏറ്റെടുക്കുക, പഴി ഏറ്റെടുക്കുക. ടേക്ക് ദ ബ്ലെയിം. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് വൈ ആർ യു, നീ എന്തിനാണ് ടേക്കിംഗ് ദ ബ്ലെയിം എടുക്കുന്നത്? നീ എന്തിനാ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്? വൈ ആർ യു ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി? ഉത്തരവാദിത്വം, അതിന്റെ അർത്ഥം റെസ്പോൺസിബിലിറ്റി. അപ്പൊ നേരത്തെ വൈ ആർ യു ടേക്കിംഗ് ദ ബ്ലെയിം, കുറ്റം അല്ലെങ്കിൽ പഴി നീ എന്തിനാ എടുക്കുന്നത് എന്ന് ചോദിച്ചു. ഇവിടെ നമ്മൾ നീ എന്തിനാ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. വൈ ആർ യു ടേക്കിംഗ് ദി റെസ്പോൺസിബിലിറ്റി? ഇവിടെ നമ്മൾ ഒരു തെറ്റ് സംഭവിച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ വൈ ആർ യു ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ഇറ്റ് എന്ന് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ നമുക്ക് അറിയുന്ന, സംസാരിക്കുന്ന ആളും കേൾക്കുന്ന ആൾക്കും അറിയുന്ന ഒരു കാര്യമാണെങ്കിൽ ഫോർ ഇറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. അതായത് അതിന്റെ ഉത്തരവാദിത്തം എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. വൈ ആർ യു ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ മതി. റെസ്പോൺസിബിലിറ്റി എന്ന വാക്കിന് ചുമതല എന്ന അർത്ഥവും ഉണ്ട്. ആ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ചെറിയ ഒരു വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ, എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറയണമെങ്കിൽ ഐ കെൻ നോട്ട് ടേക്ക് ഓൺ മോർ റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ ഇവിടെ ടേക്ക് ഓൺ മോർ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് ഓൺ എന്ന് പറയുമ്പോൾ അതൊരു ഫ്രേസൽ വേർബ് ആണ്. അപ്പൊ ഓൾറെഡി എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്, അതിന്റെ കൂടെ കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കാൻ സാധിക്കില്ല. അതുപോലെ വൈ ആർ യു ടേക്കിംഗ് ഓൺ മോർ റെസ്പോൺസിബിലിറ്റീസ്? നീ എന്തിനാണ് കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കുന്നത്? ടേക്കിംഗ് ഓൺ മോർ റെസ്പോൺസിബിലിറ്റീസ്. സോ ടേക്ക് ഓൺ അല്ലെങ്കിൽ ടേക്കിംഗ് ഓൺ. നിനക്ക് കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഹാവ് ടു ഫീൽ ഗിൽറ്റി. ഗിൽറ്റി എന്ന് പറഞ്ഞാൽ കുറ്റബോധം. അപ്പോ ഫീൽ ഗിൽറ്റി, കുറ്റബോധം തോന്നുക. യു ഡോണ്ട് ഹാവ് ടു, നിനക്ക് ആവശ്യമില്ല. യു ഡോണ്ട് ഹാവ് ടു ഫീൽ. അവൻ നിഷ്കളങ്കനല്ല. He is not innocent. Innocent എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കൻ അല്ലെങ്കിൽ നിഷ്കളങ്കമായ. ഓക്കെ, ഇന്നോസെന്റ് അല്ല, ഇന്നസെന്റ്. അയാളുടെ നിഷ്കളങ്കത്വം അയാൾ തെളിയിക്കട്ടെ. Let him prove his innocence. പ്രൂവ് എന്ന് പറഞ്ഞാൽ തെളിയിക്കുക. അപ്പോ പ്രൂവ് ഹിസ് ഇന്നസെൻസ്, നിഷ്കളങ്കത്വം. നേരത്തെ നമ്മൾ ഇന്നസെന്റ് എന്നാണ് പറഞ്ഞത്, അതായത് നിഷ്കളങ്കൻ. ഇവിടെ നിഷ്കളങ്കത്വം. അപ്പോ ഇന്നസെൻസ്. അറിഞ്ഞില്ല എന്ന് അയാൾ നടിക്കുകയാണ് അല്ലെങ്കിൽ ഭാവിക്കുകയാണ്. He is pretending he didn't know. Pretend എന്ന് പറഞ്ഞാൽ നടിക്കുക അല്ലെങ്കിൽ ഭാവിക്കുക. അപ്പോ അറിഞ്ഞില്ല എന്നുള്ള ഒരു ഭാവം നടിക്കുകയാണ് അയാൾ. He is pretending he didn't know. അതുപോലെ അയാൾ നിഷ്കളങ്കനായി അഭിനയിക്കുകയാണ് അല്ലെങ്കിൽ നടിക്കുകയാണ്. He is acting innocent. ഇവിടെ ആക്ടിങ് പറഞ്ഞാൽ ആക്ട് ചെയ്യുക, നടിക്കുക, അഭിനയിക്കുക. അപ്പോ നിഷ്കളങ്കനാണ്
എന്ന പോലെ അയാൾ അഭിനയിക്കുകയാണ്. ഹീസ് ആക്ടിങ് ഇന്നസെന്റ്. നീ ഇതിനൊന്നും വഴങ്ങരുത്. നീ ഇതിനൊന്നും വഴങ്ങരുത്. യു ഷുഡൻറ്റ് ഗിവൻ ടു ദീസ് തിങ്സ്. യു ഷുഡൻറ്റ്, അതായത് ഷുഡ് നോട്ട്, ഗിവൻ ടു ദീസ് തിങ്സ്. ഗിവ് ഇൻ എന്ന് പറഞ്ഞാൽ വഴങ്ങുക. അപ്പോൾ യു ഷുഡ് നോട്ട് ഗിവൻ ടു ദീസ് തിങ്സ്. ഈ കാര്യങ്ങൾക്ക് നീ വഴങ്ങരുത്, അല്ലെങ്കിൽ ഇതിനൊന്നും നീ ഡോണ്ട് ഗിവൻ, അതായത് വഴങ്ങരുത്. അവൻ നിന്നെ ചൂഷണം ചെയ്യുകയാണ്. അവൻ നിന്നെ ചൂഷണം ചെയ്യുകയാണ്. ഹി ഈസ് എക്സ്പ്ലോയിറ്റിംഗ് യു. ഹി ഈസ് എക്സ്പ്ലോയിറ്റിംഗ് യു. എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുക. എക്സ്പ്ലോയിറ്റ്. ഹി ഈസ് എക്സ്പ്ലോയിറ്റിംഗ് യു. നിന്നെ മുതലെടുക്കാൻ അവനെ അനുവദിക്കരുത്. നിന്നെ മുതലെടുക്കുവാൻ അവനെ അനുവദിക്കരുത്. ഡോണ്ട് allow him to take advantage of you. Don't allow him to take advantage of you. Take advantage എന്ന് പറഞ്ഞാൽ മുതലെടുക്കുക. അതേപോലെ he is taking advantage of your situation. He is taking advantage of your situation. Situation എന്ന് പറഞ്ഞാൽ സാഹചര്യം. അപ്പോൾ your situation, നിന്റെ സാഹചര്യം. He is taking advantage. അയാൾ മുതലെടുക്കുകയാണ്. He is taking advantage of your situation. അവൻ നിന്നെ കബളിപ്പിക്കുകയാണ്. അവൻ നിന്നെ കബളിപ്പിക്കുകയാണ്. He is taking you for a ride. He is taking you for a ride. Take for a ride അല്ലെങ്കിൽ taking for a ride എന്നത് ഇംഗ്ലീഷിലെ ഒരു ഇഡിയമാണ്, ഭാഷാ ശൈലിയാണ്. അതായത് ഒരാൾ നമ്മളെ പറ്റിക്കുകയാണ്, ചതിക്കുകയാണ്, അല്ലെങ്കിൽ കബളിപ്പിക്കുകയാണ് എന്ന് പറയാനുള്ള ഒരു ഇഡിയമാണ് he is taking you for a ride. നീ അയാളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. നീ അയാളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. Don't believe him blindly. Don't believe him blindly. Believe എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. Blindly അതായത് കണ്ണ് കാണാത്ത രീതിയിൽ, അല്ലെങ്കിൽ കണ്ണടച്ചിട്ട്. So don't believe him blindly, അല്ലെങ്കിൽ don't blindly believe him. എനിക്ക് അയാളോട് പറ്റില്ല എന്ന് പറയാൻ സാധ്യമല്ല. എനിക്ക് അയാളോട് പറ്റില്ല എന്ന് പറയാൻ സാധ്യമല്ല. I can't say no to him. I can't say no to him. അപ്പോൾ no എന്ന് പറയാൻ എനിക്ക് പറ്റില്ല എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. I can't say no to him. ഞാൻ എങ്ങനെയാണ് അയാളോട് പറ്റില്ല എന്ന് പറയുക? ഞാൻ എങ്ങനെയാണ് അയാളോട് പറ്റില്ല എന്ന് പറയുക? How can I say no to him? How can I say no to him? How can I say? എങ്ങനെ എനിക്ക് പറയാൻ പറ്റും? എനിക്ക് ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. എനിക്ക് ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. I really don't know what to do. I really don't know what to do. Don't know what to do. എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല. I don't know. ശരിക്കും അറിയില്ല. I really don't know. അപ്പോൾ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.